പറയാനുള്ളത്, എല്ലാ മതക്കാരും അതിൻ്റെ നേതൃത്വം ഈ ജനങ്ങളെ നിയന്ത്രിക്കുകയും അതുവഴി ഇവിടെ കലാപമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യണം. ലഹരികളെ കൊണ്ട് പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നീച നികൃഷ്ട പ്രവർത്തനങ്ങളുടെയും വാക്കുകളുടെയും ഉത്ഭവമാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ. കള്ളായാലും ശരി, മറ്റു വല്ല സാധനങ്ങളായാലും ശരി എന്നാണ് പഠിപ്പിച്ചത്. കാരണം മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ അക്ല് ബുദ്ധിയാണ്. ഈ മദ്യപാനിയായ മനുഷ്യ ബുദ്ധി ഉണ്ടാവുകയില്ല. ഒരു പ്രവാചകരുടെ സഹാബികൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രധാനിയായിരുന്ന അംദത്തുൽ ഖറാഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമായതിൻ്റെ ശേഷം അത്ഭുതത്തോടു കൂടി പറയുകയാണ്, ഒരിക്കൽ കള്ള് കുടിച്ച് അബോധാവസ്ഥയിൽ ആയപ്പോൾ തൻ്റെ അടുത്ത വീട്ടിലുള്ള അലി ബിൻ അബീ താലിബിൻ്റെ രണ്ട് ഒട്ടകങ്ങളെ വളർത്തുകൊണ്ട് ഈ പോറ്റി വളർത്തി സന്തോഷത്തോടുകൂടി പോറ്റി വളർത്തുന്ന രണ്ട് ഒട്ടകത്തെ ഞാൻ പോയി കുത്തി അറക്കുകയും അതിൻ്റെ പൂജകളും മാംസങ്ങളും അരിഞ്ഞു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കള്ള് കുടിച്ച് മസ്തായി നമ്മളിങ്ങനെ കിടക്കുമ്പോഴാണ് പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഉപദേശിക്കാൻ വന്നത്. പക്ഷേ അന്ന് പറയുകയാണ്, എൻ്റെ കണ്ണുരുട്ടലും എൻ്റെ ആ ഗൗരവം വാക്കും കേട്ട് പ്രവാചകൻ ഞങ്ങളോട് ഒന്നും സംസാരിക്കാതെ പുറകോട്ട് പോവുകയാണ് ഉണ്ടായത്. കാരണം ബുദ്ധി നശിച്ചു പോകുന്നതാണ് ഈ മദ്യം. ബുദ്ധി നശിച്ചാൽ പിന്നെ സൗഹൃദമില്ല, നല്ലതും ചീത്തയും വേർതിരിച്ച് അറിയുകയില്ല. ശുദ്ധീകരിച്ച് ആത്മാവിനെ കേടുവരുത്താതെ നടത്താനുള്ള വിദ്യാഭ്യാസം അത് ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവൂ. ഞാനിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എന്നൊക്കെ സുഖം തന്നെ അതെനിക്ക് തോന്നണമെങ്കിൽ നിങ്ങളുമായുള്ളൊരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അതിന് പകരം മോശപ്പെട്ട വാക്കുകളായി നമ്മിൽ ഉണ്ടാവും. അതുകൊണ്ട് മനുഷ്യരുടെ ബുദ്ധി നിലനിൽക്കാത്ത ഈ മദ്യപാനവും അതിനോട് ബന്ധപ്പെട്ട് എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഇവിടെ കർശനമായി നിരോധിക്കുകയും അങ്ങനെ അഥവാ ആരെങ്കിലും അതിൻ്റെ പേരിൽ അക്രമം ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദയ കാണിക്കാതെ ശക്തമായ ശിക്ഷ നൽകുകയും ചെയ്ത് ഈ രാജ്യം സമാധാനത്തിൻ്റെ രാജ്യമാക്കി മാറ്റണമെന്നാണ് നമുക്ക് ഗവൺമെൻറ്റിനോടും ജനങ്ങളോടും മത നേതാക്കളോടും എല്ലാം പറയാൻ. അതിൻ്റെ ബുദ്ധി വേണം. ബുദ്ധിയും സമാധാനവും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ. നാളെ നിയന്ത്രിക്കുന്നതെല്ലാം മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് കേടുവരുത്തുന്ന ഒരു പ്രവണതയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അത് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യണം എന്നും അതില്ലാത്ത രീതിയിൽ ഇവിടെ സമാധാനം കൈവരിക്കാൻ കഴിയുകയില്ല എന്നുമാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും കൂട്ടായ ശ്രമം അത് വേണം. ആരും അതിനുള്ള